നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 26-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 10-ാം തീയതി ഞായറാഴ്ച. ഇന്നിപ്പോൾ കലണ്ടറിൽ നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രം ഇട്ടിട്ടുണ്ട്. തൃക്കേട്ട നക്ഷത്രം 7 മണി ആയപ്പോൾ രാവിലെ 7 മണി ആയപ്പോൾ തന്നെ തൃക്കേട്ട തീർന്ന് മൂല നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ തൃക്കേട്ടയുള്ളൂ, കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാലൻസ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ എടുക്കുമ്പോഴും നക്ഷത്രം എടുക്കുമ്പോഴും ഒക്കെ മൂല നക്ഷത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. മൂല നക്ഷത്രം തന്നെയാണ്. അപ്പോൾ മൂല നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന നക്ഷത്രമാണ് മൂല നക്ഷത്രം. മൂലം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ മൂടാണ്. അത്ര പവർഫുൾ നക്ഷത്രമായിട്ടാണ് ശാസ്ത്രത്തിൽ പറയണേ. ഇന്ന് ഞായറാഴ്ച സൂര്യൻ്റെ ദിവസം. നക്ഷത്രദേവനാണ് സൂര്യൻ. നക്ഷത്രങ്ങളുടെ മൂടാണ്, നക്ഷത്രദേവൻ്റെ ദിവസമാണ്. രണ്ടും വച്ചിട്ട് ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന്. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം നമുക്കെടുക്കാം. അതുപോലെ മൂലനക്ഷത്രം കർക്കിടക മാസത്തിലെ മൂലനക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക പുന്നതി, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, പ്രശസ്തികളുണ്ടാവും, അംഗീകാരങ്ങൾ ലഭിക്കും. അതായത് പ്രമോഷനോ ഇൻക്രിമെൻറ്റോ ഒക്കെ ജോലിയിൽ കിട്ടും. ഇതൊക്കെ നമുക്ക് തരുമെങ്കിലും സൂര്യൻ്റെ ദിവസം വന്നതുകൊണ്ട് കുറച്ച് ചൂട് വ്യാപിക്കും, പ്രകാശം, നമുക്ക് കുറച്ച് മങ്ങൽ വരും. നമ്മൾ ഉച്ച സമയത്ത് സഞ്ചരിച്ചാൽ എന്ത് ചെയ്യും? തളർന്നു പോകും. അതുപോലെ തളർച്ച ഉണ്ടാവാം. ഇത് വരാതിരിക്കാൻ വേണ്ടി സൂര്യഭഗവാനെ തന്നെ തൊഴുതൊള്ളുക, ആദിത്യനെ നമസ്കരിക്കുക. എല്ലാ ദിവസവും നമ്മളെ ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യനെ പ്രാർത്ഥിക്കുക. ആര് എന്നുള്ളിടത്തല്ല, ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ സൂര്യൻ നമുക്ക് ദോഷത്തെ ചെയ്യത്തില്ല. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. 4 മണി മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5 മണി 11 മിനിറ്റ് തൊട്ടേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. അപ്പോൾ 6 മണിക്ക് തീരൂല. 6 മണി 38 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസമായിരിക്കും ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബസമേതം നിന്ന് എനർജിയൊക്കെ ശേഖരിച്ച് അടുത്ത ഒരാഴ്ചയ്ക്ക് വേണ്ടി എല്ലാം സംഭരിച്ച് വയ്ക്കുന്ന ദിവസമാണ് ഞായറാഴ്ച. എല്ലാം പ്ലാൻ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫംഗ്ഷനോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലോ ഒക്കെ പോകുന്നത്. അത് രാഹുകാല സമയത്താവരുത്. എന്നുവെച്ചാൽ നമ്മൾ സന്തോഷത്തോടെ ഇറങ്ങിപ്പോവും, തിരിച്ച് വിഷമത്തിൽ കയറി വരും. അത് വരാതെ സംരക്ഷിച്ച് ഈ രാഹുകാല സമയത്തെ ഒഴിവാക്കണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും നല്ലതല്ല. ഇന്നുകൊണ്ട് ഗുളികനും യമകണ്ഠനും. ഗുളികൻ്റെ സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 12:31 തൊട്ട് 2:05 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. കാരണം മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം ഇന്ന് 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റ് നേരം. ഒരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം നമുക്ക് ശുഭപ്രദമായി ഇട്ടെടുക്കാം. ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറോ ചുടികളിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തി പോകുന്നത് സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ സഹായിക്കും. വീട്ടിൽ നിൽക്കുമ്പോഴും ആ വസ്ത്രം ധരിക്കാം. അല്ലാതെ യാത്ര പോകുമ്പോൾ മാത്രമല്ല, എനർജി നമുക്ക് കിട്ടാനും നമുക്ക് കുറച്ചുകൂടി ഉന്മേഷം ഉണ്ടാവാനും നല്ല ആക്റ്റീവായിരിക്കാനും സന്തോഷത്തോടിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.